നമുക്ക് കാണാം യേശുവിൻ്റെ അടുത്ത് സൗഖ്യമാകാൻ വന്നവര് ചിലര് അവിശ്വാസികളുണ്ടായിരുന്നല്ലേ. യേശു ആരെ അവിശ്വാസം മൂലം തള്ളിക്കളഞ്ഞില്ല. യേശു പിന്നെ അവരോട് ഇടപെട്ടത് യേശുവിൽ അവർക്ക് ഫെയ്ത്ത് ഉണ്ടാകാനായിട്ട്. അവരുടെ ഫെയ്ത്ത് അല്ല വർക്ക് ചെയ്യുന്നത്, യേശുവിൻ്റെ ഫെയ്ത്ത് അവരിൽ വർക്ക് ചെയ്യുന്നതെന്ന് യേശുവിനറിയാം. യേശു തൊട്ട് അവൻ സൗഖ്യമാവുന്നു. പക്ഷെ അവൻ യോഗ്യനല്ല, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ യോഗ്യനല്ല. യേശു അവിടെ എല്ലാം അവരുടെ ഫെയ്ത്തിനെ യേശുവിൻ്റെ തലത്തിലേക്ക് ഉയർത്തുക ചെയ്തത്. That's why scripture says he is the author and finisher of our faith. ഫെയ്ത്ത് എന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ പേടിപ്പിക്കുകയും ചെയ്യരുത്. ഫെയ്ത്ത് ഇല്ല എന്നുള്ളോ ഫെയ്ത്തിൻ്റെ കൂടുതലോ കുറവോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ. വി ഹാവ് റിസീവ് ദ മെഷർ ഓഫ് ഫെയ്ത്ത്. ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഫെയ്ത്ത്. ഹാവ് ദ ഫെയ്ത്ത് ഓഫ് ഗോഡ് എന്നാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹാവ് ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്. എബ്രായ ലേഖനത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് ഹാവ് ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്. തന്നിരിക്കുകയാണ്, ആ ഫെയ്ത്തിൽ ഓപ്പറേറ്റ് ചെയ്യുക. യു സ്റ്റാൻഡ് ഓൺ ദ ഫെയ്ത്ത്. വിശ്വാസത്തിൽ മുന്നേറുന്ന നിങ്ങളുടെ വിശ്വാസമോ എൻ്റെ വിശ്വാസത്തിൻ്റെ അളവല്ല, ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ. ചെങ്കടലിന് നേരെ കരം നീട്ടുവാൻ കൽപ്പിച്ച് വിശ്വാസം. ഹല്ലേലൂയ. വെള്ളത്തിന്മീതെ നടക്കുവാൻ പത്രോസിനെ ക്ഷണിച്ച വിശ്വാസം. ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ അത് അടങ്ങുമെന്നുള്ള വിശ്വാസം. 5000 പേരുടെ മുമ്പിൽ ചെറുബാലന്റെ ഭക്ഷണത്തെ കണ്ട് അമ്പരക്കാതെ 5000 പേരെ നിരനിരയായി ഇരുത്തുവാൻ ഇടയായ ദൈവത്തിന്റെ വിശ്വാസം. You are the author and finisher of our faith. Hallelujah. ഈ വിശ്വാസത്തിലാണ് നാം മുന്നേറുന്നത്, ഈ വിശ്വാസത്തിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അളവല്ല. We trust in the faith of God. We believe in the faith of God.